ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുവാണ്. ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. എന്താണെന്നൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. 8 മണി ആവാറായി. അപ്പോൾ എൻ്റെ ID കാർഡ് ഞാൻ എടുക്കാൻ മറന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ അത് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ ട്രെയിനിലാണ് വിടുന്നത് ചേട്ടൻ്റെ കയ്യിൽ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ പോയി പഞ്ച് ചെയ്യണം. അപ്പം തന്നെ കുറച്ച് ലേറ്റായി. അപ്പത്രയ്ക്കേ ഉള്ളൂ. നമുക്ക് പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ എന്താണ്. ട്രെയിൻ ലേറ്റായി. പഞ്ച് ചെയ്യാൻ ഒരു 5 മിനിറ്റ്സ് ലേറ്റ് ആവും എന്തായാലും. എല്ലാവരും കൂടെ ഓട്ടത്തിലാണ്, ഞാനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കേൾക്കില്ല, എനിക്കറിയാം. പഞ്ച് കാണിക്കാം. ലാസ്റ്റ് സൈനിങ് ആണ്. അപ്പോൾ ഞാൻ പോയി സൈൻ ചെയ്തിട്ട് വരാം. ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അടിപൊളി വൈബാണ് ഇവിടെ വന്നിരിക്കാൻ. ഹോസ്പിറ്റലാണെന്നുള്ള ഫീലിങ്സ് ഒന്നും ഇല്ല. കാണുന്നില്ല അല്ലേ? സോ ഗൈസ്, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാനിപ്പം പഞ്ച് ഔട്ട് ചെയ്യാൻ പോവാണ്. ഇതോടുകൂടെ ഇവിടുത്തെ എൻ്റെ എല്ലാം കഴിയും. നാളെ ക്ലിയറൻസ് ഉണ്ട്. ഞാനപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് ഞാൻ നാളത്തെ കൂടെ ആഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇന്റർവ്യൂവിന് വന്നപ്പോ ഇവിടെ കീഴവേട് ഒരു വലിയൊരു പേഷ്യന്റെ നടത്തിക്കായിരുന്നു. ശരത്സാറെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പുഴു അവിടെ വലിയൊരു പേഷ്യന്റ് അപ്പൊ ടോട്ടൽ വലിയൊരു ഞാൻ കാണുന്ന പോലെ ഇല്ലായിരുന്നു അവിടെ. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ വന്നു കൊറേ പഠിച്ചു. എനിക്ക് പറ്റൂന്ന് അറിയുന്നായിരുന്നില്ല. അപ്പൊ പുള്ളു പറയാറുണ്ട് എന്നെ കൊണ്ട് പറ്റി, അപ്പൊ നിനക്കും പറ്റൂ. അത്രയ്ക്ക് നമുക്ക് അത്ര ഫിസിക്കലി ഇത്ര എബിലിറ്റി ഉണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഓരോ നാക്കൊക്കെ നിങ്ങളെ കണ്ടിട്ടാ ഞാനും പഠിച്ചത്. പിന്നെ അവള് ഇല്ല, എന്നാലും എനിക്ക് അവളോട് വലിയൊരു നന്ദിയുണ്ട്. അവളെ എനിക്ക് പിടിക്കുന്ന ഓപ്പർച്യൂണിറ്റി തുറന്നു. ഞാൻ അന്ന് അവിടെ പോയപ്പോഴൊന്നും പറയാൻ പറ്റിയില്ല. ഒരുമിച്ച് പഠിച്ചിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൊരു സുഖം വേറെ തന്നെയാ. അത് ഇപ്പോഴും ഉണ്ട്. പോയി അവളോട് കൂടെ ഇതൊക്കെ ഫുഡ് കഴിക്കാൻ പോണതൊക്കെ എനിക്ക് കൊറേ പറ്റുന്നുണ്ട്. ഒരു കമ്പനി വരുന്നത് നമ്മളെ വന്നിട്ട് അവരൊക്കെ എനിക്കിടയ്ക്ക് ചീത്തൊക്കെ പറയുന്നത്. അതേപോലെ നല്ലതായിട്ട് എടുക്കാറുണ്ട്. എനിക്കറിയാം കൊറേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫസ്റ്റ് ഞാൻ സാറിനെ വിളിക്കാറ്. സാറിനെ വിളിച്ച് കുറെ വിളിക്കാറുണ്ട്. സാരെങ്കിലും പറഞ്ഞില്ലേ പറഞ്ഞു. അപ്പന്റെ വലിയ നീരായിട്ട് നിൽക്കായിരുന്നു. കുറെ ഫീഡ്ബാക്കിന്റെ നിൽക്കാനാണ്. കുറെ പേഷ്യൻസ് കൊടുക്കാറുണ്ട്. എന്നാലും എനിക്ക് അനിയത്തി അനിയനൊന്നും ഇല്ലാത്തായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. എല്ലാരും ഞാൻ ചിത്തു പറയും. വീട്ടിലാണെങ്കിൽ എന്റെ കസിൻസ്
നമ്മളെ പേടിച്ചാ ഉണ്ടായിരിക്കുന്നത് എന്നെ പേടിച്ചിട്ട് മനസ്സിൽ വിചാരിക്കരുത്. പുറത്തു പോയാലും എല്ലാരെയായിട്ടും കാണണം. പ്രാസ ഞാനെ വിളിക്കാറ് എന്നാ എന്റെ മനസ്സിലുണ്ട്. ഞാൻ എനിക്കത് പറയണത് അറിയില്ല. നന്ദിയുണ്ട് എന്നെ സഹിച്ചതിന്. ഇത് അത്യാവശ്യം പ്രയോജനത്തിൽ കിട്ടിട്ട് ഞാനിവിടെ വർക്ക് ചെയ്തത്. എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി. പ്രാർത്ഥിക്കണം. നന്നായി വരട്ടെ. നന്നായി വരട്ടെ. കുറച്ച് ആൾക്കാരും ഉണ്ട് വീട്ടിലിപ്പോ. ഞാൻ തളർന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമാകുമെന്നുള്ളത് കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ വീട്ടിൽ പോയാലും. അതാണ് അവരുടെ ഒരു അതവരുടെ മനസ്സിലാണ് നിൽക്കുകയെന്ന് എനിക്കറിയാം. അതായത് ഞാൻ വീട്ടിൽ പോകുന്നു ഞാൻ പറയാറില്ല. അവർക്ക് വിഷമമാകുമെന്ന് എനിക്ക് അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിപ്പോ ഞാൻ പറയുകയാണെങ്കിലും സാധ്യതപ്പെട്ടെ അവരെനിക്ക് വിഷമിക്കാണ്ടിരിക്കണം. എനിക്ക് അവരോട് പറയുന്ന കാര്യം വെക്കുക. പിന്നെ ബേസിലായാലും എന്തെങ്കിലും സങ്കടം വരുമ്പോ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ രണ്ടുപേരും പിടിച്ചു നിന്നുകൊണ്ട് അവരുടെയും കൂടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ അവരെ നന്ദി പറയാണ്. സങ്കടമുള്ള സമയത്തൊക്കെ ഇവിടെ എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നു. അത് ഇല്ലാന്ന് പറയുമ്പോ നല്ല സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഞാൻ നന്നായി വരുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെയും ആർക്കെന്തെങ്കിലും എന്റെ ഭാഗത്ത് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നോട് എനിക്ക് മനസ്സിൽ വിചാരിക്കരുത്. ഒരു ബിഗ് ബോസ് ഹൗസ് ആയിട്ട് കാണാൻ എല്ലാവരും അത്രേ ഉള്ളൂ. ജൂനിയർ ഡ്യൂട്ടികളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരിനേക്കാൾ സീനിയറായിട്ടുള്ളവരും കുറച്ചുകൂടെ സെറ്റായിട്ട് അപർണ്ണ കൂടുതൽ പേഷ്യൻസിനെ നന്നായിട്ട് വന്നാലും അവരുടെ ഇങ്ങനെ ഒരു ഫേസ് ഇങ്ങനെ മാറാറില്ല. അപർണ്ണ നല്ല പ്രസന്റ് ആയിട്ട് തന്നെ പേഷ്യൻസിനെ മേടിക്കാറുണ്ട്. എന്റെ അനുഭവം, എന്റെ ഒരു വ്യൂവില് പേഷ്യൻസിനെ കൊടുത്താലും കാണും. അല്ല ഇപ്പൊ അവനവര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ കൂടുതൽ വൈകുന്നേരം